ഈ സിനിമയ്ക്ക് വന്ന കളക്ഷൻ അതിനുശേഷം വന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമയ്ക്കും വന്നിട്ടില്ല. ഇല്ല. ഞാൻ രേഖാചിത്രവും ഓഫീസറും അല്ല പറയുന്നത്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകിൽ ഇതാണ്. അപ്പം മിഡിൽ ഈസ്റ്റിൽ പോലും എനിക്ക് ഇപ്പോൾ ട്യൂമൻ ആയാലും ബാലസൻസൊക്കെ ആണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ പോലും അത്യാവശ്യം കളക്ഷൻ വന്ന സിനിമയാണ്. എനിക്ക് അവിടെ കോൺടാക്ട്സും കാര്യങ്ങളും എന്നെ സ്നേഹിക്കുന്ന കുറേ പേര് അവിടെ ഉണ്ട്, പ്രത്യേകിച്ച് ദുബായിലുള്ളത്. ഇപ്പോൾ ഈ സിനിമ ഗൾഫിൽ റിലീസ് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുവാണ്. അത് എത്രമാത്രം പ്രാവർത്തികമാവുമെന്ന് എനിക്കറിയില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അത്രമാത്രം പ്രാവർത്തികമാവുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 11 സിനിമകൾ ഡയറക്റ്റ് ചെയ്തു, ഒരു തമിഴ് ഉൾപ്പെടെ 11 സിനിമ. എനിക്ക് ഏറ്റവും നല്ല സിനിമയായിട്ട് ഞാനിപ്പോഴും മനസ്സിൽ വെക്കുന്നത് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. അതിൽ യാതൊരു സംശയമില്ല. അതൊരു നല്ല തുടക്കം തന്നെയാണ്. അല്ല, അത് ഞാൻ പകലെൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സിനിമയാണ്. നഗരം ചെയ്തു, വൈരം ചെയ്തു, ആയുധവും വൈരവും ഹിറ്റ് ചെയ്ത സമയത്ത്. പക്ഷേ ഞാനൊരു മോശം സിനിമ ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞ സിനിമ. അത് ഞാൻ ഷോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എന്നെ വിമർശിക്കുമ്പോൾ ആ സിനിമ വെച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞത്. അതിന് മുമ്പ് ചെയ്ത പകലിനെ വൈരത്തിനെയൊക്കെ തമസ്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പറയുന്നതിന് എന്താ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഞാനൊരു മഹാനായ സംവിധായകനുമല്ല, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അന്വേഷണത്തെ തുറക്കുന്ന ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിനേക്കാളും വലിയ മാർക്കറ്റുള്ള ആളുകൾ, ഈ അഭിനയത്തിലൊക്കെ വലിയ മാർക്കറ്റുള്ള ആളുകളെന്ന് പറയുന്ന സോക്കോൾഡ് ആളുകൾ, അവരുടെ സിനിമകളുടെ പരാജയം ഞാൻ നേരിട്ട് കണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമയെ ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് വളരെ